തുടങ്ങുമ്പോനെ ഒരു കാര്യം, നിനക്ക് ഇൻഷുറൻസ് ഉണ്ടോ? എന്താ? പ്രത്യേകിച്ച് ഡെന്റലിനുള്ള കവറേജ് ഉണ്ടോന്ന്. ഓ ഇവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലുണ്ടോ അതോ ദൂരെ പോണോ? അത് ഇവിടെ ഏകദേശം 25 മിനിറ്റ് പോണം. ഓ ഞാൻ നിന്നെ അടിച്ചു അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടോ? എപ്പോഴെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ഫൈറ്റിങ്ങിൽ ആരും ജയിക്കാറില്ല. ഇവിടെ കിടന്നുറങ്ങാൻ ഇത് ഹോളിഡേ ഒന്നും അല്ല. ആയിക്കോട്ടെ, ഞാനിപ്പോ പൊയ്ക്കോളാം. തന്നോട് വന്ന് സംസാരിക്കാൻ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. എനിക്കൊരു റോഡ് ഹൗസ് ഉണ്ട് ഫ്ലോറിഡ കീസിനടുത്ത്. കുറച്ചു നാളായിട്ട് അവിടെ ആകെ പ്രശ്നങ്ങളാണ്. തനിക്ക് ചോദിക്കുന്നത്ര കാശ് തരാം. തന്റെ കാറ് കണ്ടിട്ട് തനിക്ക് എന്തായാലും അത് വേണ്ടി വരും. അതെ, എനിക്ക് എന്റെ കാർ ഇഷ്ടമാണ്. ഒന്നുകൂടി ആലോചിക്ക. നിങ്ങളാരാണെന്ന് എനിക്കറിയാം. എൽവുഡ് ഡാൾട്ടൺ. ഞാൻ വലിയ ഫാനാ കേട്ടോ. ആ നിൽക്കുന്നവരുടെ ഷർട്ടിനടിയിൽ ഒരു കത്തിയുണ്ട്. ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങി മുഖത്ത് ഇടിച്ചാൽ മതി. നിനക്കതിന് കഴിയും. ഈ ബൗൺസറിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അവന്റെ നല്ല പിള്ള ചമയിൽ കണ്ടാത്തൊന്നും അവൻ മിസ്റ്റർ റോജേഴ്സ് ആണെന്ന്. പക്ഷെ അടി തുടങ്ങിയാ പിന്നെ പരിപ്പളക്കും. മൊത്തത്തിൽ പറഞ്ഞ ആള് ഇൻട്രസ്റ്റിംഗാ. ബ്രാൻഡ് റോഡ് ഹൗസ് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണം. കാശുള്ള കുറെ തെണ്ടികൾക്ക് വേണ്ടി അവനവിടെ റിസോർട്ട് പണിയണമെന്ന്. ഞാൻ നിന്നോട് ഇപ്പോഴേ പറയാം, ഇവിടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ആളുകൾക്ക് അവരുടേതായ രീതികളുണ്ട്. അല്ല പിള്ളേരെ, നൈറ്റ് ശരിക്കും നന്നായിട്ട് ആഘോഷിക്കുവാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ നിനക്കൊരു ടിപ്പ് തരാം. ആരെയും ഇത്രയ്ക്കൊന്നും അടുക്കാൻ സമ്മതിക്കരുത്. എന്റെ ഊഹം പറയട്ടെ, ഞാൻ ഈ ടൗണിൽ നിന്ന് പുറത്തു പോകണമെന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ പോവാ. നിന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ലെന്ന ഇംപ്രഷൻ എനിക്കിപ്പോ കിട്ടുന്നത്. നോക്സ് ഒരു പണിക്കിറങ്ങിയാൽ ആ പണി കഴിഞ്ഞെന്ന് കൂട്ടിക്കോ മോനെ. എനിക്ക് ദേഷ്യം വരാൻ കുറച്ച് പാടാണ്, പക്ഷെ വന്നാ പിന്നെ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് അഗ്രസീവ് ആണല്ലേ? അവൻ നിങ്ങളുടെ ഫ്രണ്ടാണോ? അല്ല, ഞാനാ അവന്റെ കൈയൊടിച്ചത്.